നമ്മുടെ ബഞ്ചസായിട്ട് ഇതുപോലെ പിടിക്കുന്ന റോസുകളൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയാവും. പിന്നെ അതിനെ പ്രൂണിങ് ചെയ്യലാണല്ലോ. അടുത്ത വട്ടം ഇതുപോലെ തന്നെ നിറഞ്ഞ് പിടിക്കണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യേണ്ടി വരും. അതെ, ഹാർഡ് പ്രൂണിങ് മസ്റ്റ് ആണ്. ബഡ് റോസ് ആയതുകൊണ്ട് പിടിക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കുത്തിവെച്ചു. കൂട്ടത്തിൽ ഈ റോസ് മേടിക്കരുത്, മെനക്കേടാണ് എന്ന് പറയുന്ന റോസാണ് കേട്ടോ ഈ ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത്. ഒരു കാലത്തും നല്ല രീതിയിൽ ഫ്ലവർ എടുത്തില്ല. ആണ്ടിലൊരുക്കി തണ്ട് ഇതുപോലെ പൂത്താൽ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയണം കേട്ടോ. വേണമെന്നവർക്ക് മേടിക്കും. എങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് മേടിക്കുന്ന റോസാണ് ഓർക്കിഡ് ഓറഞ്ച് റോസ് കേട്ടോ. എന്നും എപ്പോഴും പൂവാണ്. കുറേ മാസങ്ങളായിട്ട് നമ്മൾ ബോൺസായി പോലെ ആക്കി എടുത്തിട്ടുള്ള എൻ്റെ മരമുല്ലയാണ്. അത് പൂടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിറഞ്ഞു പൂക്കുമ്പോൾ അത്രയും നല്ലതായിരിക്കും. ആമിനി മുല്ലയെന്നും പറയാറുണ്ട്. ഇത്രയും നല്ല മണമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. എത്രയോ നാളായിട്ട് ഇങ്ങനെ വെട്ടി ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ള എൻ്റെ മരമുല്ലയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡാർക്ക് വെറൈറ്റി മേടിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ബട്ടൺ റോസൊക്കെ വിരിയാറായി വരുന്നതേ ഉള്ളൂ. പ്രൂണിങ് ചെയ്യണമെന്ന് ഞാനൊന്ന് ഡൗട്ട് അടിച്ചു. പിന്നെ വേണ്ട, എന്തായാലും കഷ്ടപ്പെട്ട് വിരിഞ്ഞതല്ലേ, അങ്ങനെ തന്നെ നിൽക്കും. ലാസ്റ്റ് നമ്മൾ കൊടുത്ത വളത്തിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇത്. അത്യാവശ്യം ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്, നമുക്കത് മതിയല്ലോ.